കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. മനുഷ്യരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുക്കി വെച്ച സ്വർഗീയാരാമമല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ക്ഷണികമായതിനെ. അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് വേഗത്തിൽ കഴിയുന്നതിനെ, ഒരുറപ്പുമില്ലാത്തതിനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ആയുസ്സിന്റെ ഏറ്റവും വലിയ പങ്ക് നിങ്ങൾ ചെലവഴിക്കുന്നത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന, ഒരുറപ്പുമില്ലാത്ത ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ടൊരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തി, വതദറൂനൽ ആഖിറ. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനിടയിൽ, കുടുംബത്തിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ അധ്വാനിക്കുന്നതിനിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് പരലോകമാണ്, പാരത്രിക ലോകമാണ്, മരണമാണ്, മരണാനന്തര ജീവിതമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉറപ്പില്ലാത്തതിൻ്റെ പിന്നാലെ പോകേണ്ടവരല്ല ബുദ്ധിമാൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മനുഷ്യരിൽ ആരാണ് പ്രവാചകരെ ഏറ്റവും ബുദ്ധിമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുക്കുകയും ചെയ്തവനാണ് മനുഷ്യരിൽ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ, ആ ബുദ്ധിമാന്മാരുടെ പട്ടികയിൽ നമ്മളുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മുടെ ക്യാമ്പസിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ആളുകളിൽ നിന്ന് നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഏകനായ സർവാധിനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ ബുദ്ധിമാൻ എന്ന് പറയാൻ, ബുദ്ധിമാൻ എന്ന പട്ടികയിൽ വരാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്നാണ് ഗൗരവതലത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമൽ ലദ്ദാത്ത്. സകല സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഈ മരണചിന്തയാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത്.